നമസ്തേ, ഞാൻ റെജിമോൻ ഡേവിഡ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ ഹിന്ദി മാസ്റ്റർ ഇൻ മലയാളം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ 8ാം സ്റ്റാൻഡേർഡിലെ പിതാ കാ പ്രായശ്ചിത്ത് എന്ന സംസ്മരൺ അഥവാ ഓർമ്മക്കുറിപ്പിലെ 3 വർക്ക്ഷീറ്റുകളും അവയുടെ ഉത്തരങ്ങളുമാണ് പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ വർക്ക്ഷീറ്റിൽ ആകെ 11 ചോദ്യങ്ങളാണുള്ളത്. ചോദ്യം 1, പിതാ കാ പ്രായശ്ചിത് കേസി രചന ഹെ? ഉത്തരം സംസ്മരൺ, അതായത് ഓർമ്മ കുറിപ്പ്. ചോദ്യം 2, പിതാ കാ പ്രായശ്ചിത് കിസ്കി രചന ഹെ? പിതാ കാ പ്രായശ്ചിത്ത് ആരുടെ രചനയാണ്? ഉത്തരം ഡോക്ടർ അരുൺ ഗാന്ധി കി. ചോദ്യം 3, ഡർബൻ കെ പാസ് കാ ആശ്രം കിസ്നെ സ്ഥാപിത് കിയാ ഥാ? ഡർബന് അടുത്തുള്ളതായ ആശ്രമം ആരാണ് സ്ഥാപിച്ചത്? ഉത്തരം ഡർബൻ കെ പാസ് കാ ആശ്രം മഹാത്മാഗാന്ധിനെ സ്ഥാപിത് കിയാ ഥാ. ഡർബന് അടുത്തുള്ളതായ ആശ്രമം മഹാത്മാഗാന്ധിയാണ് സ്ഥാപിച്ചത്. ചോദ്യം 4, पिताजी को मीटिंग की जगह पर छोड़ा तो उन्होंने अरुण गांधी से क्या कहा? അച്ഛനെ മീറ്റിംഗ് നടക്കുന്നതായ സ്ഥലത്ത് വിട്ടപ്പോൾ അദ്ദേഹം അരുൺ ഗാന്ധിയോട് എന്താണ് പറഞ്ഞത്? ഉത്തരം पिताजी को मीटिंग की जगह पर छोड़ा तो उन्होंने अरुण गांधी से कहा कि 5 बजे वहां आए. അച്ഛനെ മീറ്റിംഗ് നടക്കുന്നതായ സ്ഥലത്ത് വിട്ടപ്പോൾ അദ്ദേഹം അരുൺ ഗാന്ധിയോട് പറഞ്ഞത് 5 മണിക്ക് വരണം എന്നാണ്. ചോദ്യം 5, अरुण गांधी और उनकी 2 बहनें हमेशा शहर जाने के इंतजार में रहते थे, क्यों? അരുൺ ഗാന്ധിയും തൻ്റെ 2 സഹോദരിമാരും എപ്പോഴും പട്ടണത്തിൽ പോകുന്നതിന് വേണ്ടി ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു, എന്തുകൊണ്ട്? ഉത്തരം अरुण गांधी और उनकी 2 बहनें हमेशा शहर जाने के इंतजार में रहते थे क्योंकि वे अपने मित्रों से मिल सके और शहर के सिनेमा घर में सिनेमा देख सके. അരുൺ ഗാന്ധിയും തൻ്റെ 2 സഹോദരിമാരും എപ്പോഴും പട്ടണത്തിൽ പോകുന്നതിന് പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. എന്നാൽ അവിടെ തൻ്റെ കൂട്ടുകാരെ കാണാൻ സാധിക്കുമല്ലോ, അതോടൊപ്പം തന്നെ സിനിമ തിയേറ്ററിൽ നിന്ന് സിനിമയും കാണാൻ സാധിക്കുമല്ലോ. ചോദ്യം 6, അരുൺ ഗാന്ധി പിതാജി സെ झूठ बोलने पर पिताजी ने क्या कहा? അരുൺ ഗാന്ധി അച്ഛനോട് കള്ളം പറഞ്ഞപ്പോൾ അച്ഛൻ എന്താണ് ചെയ്തത്? ഉത്തരം अरुण गांधी पिताजी से झूठ बोलने पर पिताजी ने कहा कि जिस तरह से उन्होंने अरुण गांधी को बड़ा किया है उसमें पिताजी को भारी चूक हुई है. അരുൺ ഗാന്ധി അച്ഛനോട് കള്ളം പറഞ്ഞപ്പോൾ അച്ഛൻ അരുൺ ഗാന്ധിയോട് പറഞ്ഞു, ഈ രീതിയിൽ അദ്ദേഹം അരുൺ ഗാന്ധിയെ വളർത്തിയതിൽ അദ്ദേഹത്തിന് തെറ്റ് സംഭവിച്ചിരിക്കുന്നു. ചൂക്ക് എന്ന് പറഞ്ഞാൽ അബദ്ധം അഥവാ തെറ്റ്. ഉन्होंने അരുൺ ഗാന്ധി को सच बोलने का आत्मविश्वास नहीं दिया है. അദ്ദേഹം അരുൺ ഗാന്ധിയെ സത്യം പറയുന്നതിന് വേണ്ടിയുള്ളതായ ആത്മവിശ്വാസം നൽകിയില്ല. इस कारण वे घर तक की 18 मील की दूरी पैदल चलेंगे. ഈ കാരണത്താൽ വീട് വരെയുള്ളതായ 18 മൈൽ ദൂരം കാറിൽ കയറാതെ നടന്നു പോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 7ാമത്തെ ചോദ്യം, वह झूठ बोला कार तैयार नहीं थी इसलिए देर होगी. इस तरह झूठ बोलना क्या सही है, क्यों? അവൻ കള്ളം പറഞ്ഞു, കാറ് റെഡിയായില്ല, അതുകൊണ്ടാണ് വൈകിയത് എന്ന്. ഇത്തരത്തിൽ കള്ളം പറയുന്നത് ശരിയാണോ? എന്തുകൊണ്ട്? ഉത്തരം ഇസ്തര झूठ बोलना सही या ठीक नहीं. ഇത്തരത്തിൽ കള്ളം പറയുന്നത് ശരിയല്ല, നല്ലതല്ല. ഹമേ സദാ സച്ച് ബോൾനാ ചാഹിയെ. നമ്മൾ എപ്പോഴും സത്യം പറയണം. इसके लिए किसी को डरने की जरूरत नहीं. സത്യം പറയുന്നതിന് വേണ്ടി ആരെയും ഭയക്കേണ്ടതായിട്ട് ഇല്ല. क्योंकि हमारे जीवन की उन्नति सच्चाई से संभव होती है. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ച എന്ന് പറയുന്നത് സത്യസന്ധതയിലാണ് സാധ്യമാകുന്നത്. 8ാമത്തെ ചോദ്യം, സർവനാം और प्रत्यय अलग करके लिखिए. സർവനാമവും പ്രത്യയവും അല്ലെങ്കിൽ പ്രോനൗണും പ്രിപ്പോസിഷനും
ഡിവൈഡ് ചെയ്ത് എഴുതുക. ക ഹമാരെ, ഘ ഉനെ. ഒന്ന് ഹമാരെ എന്നുള്ളതും മറ്റൊന്ന് ഉനേം എന്നുള്ളതും. ഉത്തരം ആദ്യത്തെ ഹം പ്ലസ് കെ ഹമാരെ. രണ്ടാമത്തെ വേ പ്ലസ് കോ ഉൻകോ അല്ലെങ്കിൽ ഉനേം. ചോദ്യം 9. अरुण गांधी ने जीवन का एक अहम निर्णय लिया, मैं कभी झूठ न बोलूँगा. अरुण गांधी के उस दिन की डायरी कल्पना करके लिखिए. അരുൺ ഗാന്ധി ജീവിതത്തിൽ ഒരു ഉറച്ച തീരുമാനമെടുത്തു, ഞാൻ ഇനി ഒരിക്കലും കള്ളം പറയില്ല. അരുൺ ഗാന്ധി ഇങ്ങനൊരു തീരുമാനമെടുത്ത ആ ദിവസത്തെ ഡയറി കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം താരീഖ് ആജ് ന ജാനെ കോൻ സാ ദിൻ ഥാ. ഇന്ന് എന്തൊരു ദിവസമായിരുന്നു. സവേരെ പിതാജിനെ മുസ്സെ കഹാ കി മൈ ഉനെ കാർ സേ ഷഹർ ലേ ജാഊ. രാവിലെ അച്ഛൻ എന്നോട് പറഞ്ഞു അദ്ദേഹത്തെ ഞാൻ കാറിൽ പട്ടണത്തിൽ കൊണ്ടെത്തിക്കണമെന്ന്. മാനെ കുച്ച് സാമാൻ ഖരീദനെ കോ കഹാ. അമ്മ കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയും പറഞ്ഞു. മേ പിതാജി കോ മീറ്റിംഗ് കി ജഗഹ് പർ ഛോടാ. ഞാൻ അച്ഛനെ മീറ്റിംഗ് സ്ഥലത്ത് വിട്ടു. തോ 5 ബജെ ലൗട്ട് ആനെ കോ കഹാ ഥാ. അപ്പോൾ അദ്ദേഹം 5 മണിക്ക് തിരിച്ചെത്തണമെന്ന് പറഞ്ഞിരുന്നു. मैं जल्दी जल्दी काम पूरा करने के बाद ജോൺ ബെൻ की സിനിമ देखने गया. ഞാൻ വേഗത്തിൽ തന്നെ ജോലികളെല്ലാം പൂർത്തിയാക്കിയിട്ട് പട്ടണത്തിൽ ചെയ്യേണ്ടതായ ജോലികളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം ജോൺ ബെൻ്റെ സിനിമ കാണുന്നതിന് വേണ്ടി പോയി. ഇസി ബീച്ച് മേനെ പിതാജി കി ബാത് ഭൂൽ ഗയി. ഇതിനിടയിൽ ഞാൻ അച്ഛൻ പറഞ്ഞ കാര്യം മറന്നുപോയി, അച്ഛനെ കുറിച്ച് തന്നെ മറന്നുപോയി. ബഡി ദേർ ഹോഗി, വളരെ വൈകി. ഷാം കെ 6 ബജെ പിതാജി കെ പാസ് പहुंचा. വൈകിട്ട് 6 മണിക്ക് അച്ഛൻ്റെ അടുക്കലെത്തി. മേ ഉൻസെ ഝൂഠ് ബോല കി കാർ തയ്യാർ നഹി ഥി. ഞാൻ അച്ഛനോട് കള്ളം പറഞ്ഞു, കാറ് റെഡി ആയില്ലായിരുന്നു എന്ന്. പിതാജി പെഹലെ ഹി ഗ്യാരേജ് കോ ഫോൺ കർ ചുക്കേ ഥി. അച്ഛൻ നേരത്തെ തന്നെ ഗ്യാരേജിലേക്ക് ഫോൺ ചെയ്ത് വിവരങ്ങളൊക്കെ അറിഞ്ഞിരുന്നു. മേരി ഛൂട്ട് കെ കാരണം പിതാജി ഘർ തക് കി 18 മീൽ കി ദൂരി പൈദൽ ചലനെ ലഗി. ഞാൻ കള്ളം പറഞ്ഞത് കാരണം അച്ഛൻ പട്ടണത്തിൽ നിന്ന് വീട് വരെയുള്ളതായ 18 മൈൽ ദൂരം നടക്കാൻ തുടങ്ങി. मैं उनके पीछे धीमी गति से कार चलाया. ഞാൻ അദ്ദേഹത്തിൻ്റെ പിന്നാലെ സാവധാനം വണ്ടി ഓടിക്കാൻ തുടങ്ങി. मुझे बड़ा दुख हुआ. എനിക്ക് വളരെ ദുഃഖം തോന്നി. अब मैं झूठ न बोलने का अहम निर्णय लिया है. ഇപ്പോൾ ഞാൻ കള്ളം പറയില്ല എന്ന് ഉറച്ച തീരുമാനം എടുത്തിരിക്കുകയാണ്. मुझे नींद आ रही है, सोने जाओ. എനിക്ക് ഉറക്കം വന്നുകൊണ്ടിരിക്കുന്നു, ഉറങ്ങാൻ പോകട്ടെ. 10ാമത്തെ ചോദ്യം സഹി മിലാൻ കറി. ഇവിടെ ഇടതുഭാഗത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളുടെ മീനിങ് മറ്റൊരു ഹിന്ദി വാക്ക് റൈറ്റ് സൈഡിൽ നിന്ന് കണ്ടെത്തി നേരെ എഴുതുന്നതിന് വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇടതുഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഞാൻ ആദ്യം വായിക്കുന്നു. വർഷ്, സുദൂർ, പ്രദേശ്, അവസർ, പ്രതീക്ഷ, ഢൂണ്ട്. വലത് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഇന്തസാർ, തലാഷ്, ദൂർ ദരാജ്, ബരസ്, ഇലാക്ക, മൗക്ക. ഉത്തരം വർഷ് എന്നുള്ളതിൻ്റെ അർത്ഥം വർഷം. അതിൻ്റെ മറ്റൊരു ഹിന്ദി വാക്കാണ് ബരസ്. അടുത്തത് സുദൂർ. സുദൂർ എന്നുള്ളതിൻ്റെ അർത്ഥം ദൂരത്തിൽ അല്ലെങ്കിൽ അകലെയുള്ള. അതിൻ്റെ മറ്റൊരു ഹിന്ദി മീനിങ് ആണ് ദൂർ ദരാജ്. പ്രദേശ് എന്നുള്ളതിൻ്റെ അർത്ഥം പ്രദേശം. അതിൻ്റെ മറ്റൊരു ഹിന്ദി വാക്ക് ഇലാക്ക. അടുത്ത വാക്ക് അവസർ. അതിൻ്റെ മറ്റൊരു ഹിന്ദി മീനിങ് മൗക്ക. അടുത്തത് പ്രതീക്ഷ. അതിൻ്റെ മറ്റൊരു ഹിന്ദി ഇന്തസാർ. അടുത്തത് ഢൂണ്ട്, അന്വേഷണം. അതിൻ്റെ മറ്റൊരു ഹിന്ദി വാക്ക് തലാഷ്. 11ാമത്തെ ചോദ്യം കോഷ്ടക് സേ ഉചിത് ശബ്ദ സഹി സ്ഥാൻ പർ രഖ്കർ പിരമിഡ് കി പൂർത്തി കരേ. ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ വാക്കുകൾ ശരിയായ സ്ഥാനത്ത് ചേർത്ത് വാക്യ പിരമിഡ് പൂർത്തീകരിക്കുക. ബ്രാക്കറ്റിൽ ഉനേ മേ. ചോദ്യം ഷഹർ ലേ ജാവും കാർ സേ ഷഹർ ലേ ജാവും. ഈ ഉത്തരം ഇതിനുള്ളതായ ഉത്തരം 2 രീതിയിൽ നമുക്ക് എഴുതാം. ഒന്നാമത്തെ മോഡൽ ഷഹർ ലേ ജാവും കാർ സേ ഷഹർ ലേ ജാവും, മേ കാർ സേ ഷഹർ ലേ ജാവും, മേ ഉനേം കാർ സേ ഷഹർ ലേ ജാവും. ഇതിൻ്റെ അർത്ഥം ഇതാണ്: പട്ടണത്തിൽ കൊണ്ടുപോകട്ടെ, കാറിൽ പട്ടണത്തിൽ കൊണ്ടുപോകട്ടെ, ഞാൻ കാറിൽ പട്ടണത്തിൽ കൊണ്ടുപോകട്ടെ, ഞാൻ അദ്ദേഹത്തെ കാറിൽ പട്ടണത്തിൽ കൊണ്ടുപോകട്ടെ. ഇവിടെ രണ്ടാമത്തെ രീതിയിൽ എഴുതാവുന്നതായ ഉത്തരം എന്ന് പറയുന്നത് ഷഹർ ലേ ജാവും കാർ സേ ഷഹർ ലേ ജാവും,
उन्हें कार से शहर ले जाओ, मैं उन्हें कार से शहर ले जाओ. അപ്പോൾ ഓരോ പുതിയതായി ചേർത്തിരിക്കുന്നതായ വാക്കുകൾ നിറം മാറ്റി കൊടുത്തിരിക്കുന്നു. അടുത്ത രണ്ടാമത്തെ വർക്ക്ഷീറ്റ്, അതിൽ ആകെ 10 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധി और അരുൺ ഗാന്ധി से क्या संबंध है? മഹാത്മാഗാന്ധിയും അരുൺ ഗാന്ധിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഉത്തരം, മഹാത്മാഗാന്ധി അരുൺ ഗാന്ധിക്ക് ദാദ ഹേ. ദാദ എന്നുള്ളതിൻ്റെ അർത്ഥം അപ്പൂപ്പൻ അല്ലെങ്കിൽ അച്ഛൻ്റെ അച്ഛൻ. അപ്പം മഹാത്മാഗാന്ധി അരുൺ ഗാന്ധിയുടെ അപ്പൂപ്പനാണ്. രണ്ടാമത്തെ ചോദ്യം, അരുൺ ഗാന്ധിക്ക് പിതാജി കാ നാം ക്യാ ഹേ? അരുൺ ഗാന്ധിയുടെ അച്ഛൻ്റെ പേരെന്താണ്? ഉത്തരം, അരുൺ ഗാന്ധിക്ക് പിതാജി കാ നാം മണിലാൽ ഗാന്ധി ഹേ. അരുൺ ഗാന്ധിയുടെ അച്ഛൻ്റെ പേര് മണിലാൽ ഗാന്ധി എന്നാണ്. ഗാന്ധിജിയുടെ മകനാണ് മണിലാൽ ഗാന്ധി. മണിലാൽ ഗാന്ധിയുടെ മകനാണ് അരുൺ ഗാന്ധി. അപ്പോൾ വാസ്തവത്തിൽ മഹാത്മാഗാന്ധിയുടെ ചെറുമകൻ അഥവാ പോത്ത, പോത്ത എന്നുള്ളതിൻ്റെ അർത്ഥം ചെറുമകൻ എന്നാണ്. അപ്പം മഹാത്മാഗാന്ധിയുടെ ചെറുമകനാണ് അരുൺ ഗാന്ധി. മൂന്നാമത്തെ ചോദ്യം, അരുൺ ഗാന്ധി പിതാജിക്ക് പാസ് പहुंचने में क्यों देर हो गया? അരുൺ ഗാന്ധി അച്ഛൻ്റെ അടുക്കൽ എത്താൻ വൈകിയത് എന്തുകൊണ്ടാണ്? उत्तरम, अरुण गांधी पिताजी के पास पहुंचने में देर हो गया क्योंकि वह सिनेमा देखने गया था. അരുൺ ഗാന്ധി അച്ഛൻ്റെ അടുക്കൽ എത്താൻ വൈകിയതിന് കാരണം അവൻ സിനിമ കാണുന്നതിന് വേണ്ടി പോയിരുന്നു. ജോൺ ബെൻ്റെ സിനിമ കാണുന്നതിന് വേണ്ടിയാണ് പോയിരുന്നത്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ജോൺ ബെൻ കി സിനിമ ദേഖനെ ഗയാ ഥ എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാവുന്നതാണ്. നാലാമത്തെ ചോദ്യം, അരുൺ ഗാന്ധി झूठ बोलने पर पिताजी ने उससे क्या बताया? അരുൺ ഗാന്ധി കള്ളം പറഞ്ഞപ്പോൾ അച്ഛൻ അവനോട് എന്താണ് പറഞ്ഞത്? उत्तर, अरुण गांधी झूठ बोलने पर पिताजी ने उससे बताया, जिस तरह से मैंने तुम्हें बड़ा किया है उसमें कोई भारी चूक हुई है. അരുൺ ഗാന്ധി കള്ളം പറഞ്ഞപ്പോൾ അച്ഛൻ അവനോട് പറഞ്ഞു, ഈ രീതിയിൽ നിന്നെ ഞാൻ വളർത്തിയതിൽ എനിക്ക് വലിയ തെറ്റ് സംഭവിച്ചിരിക്കുന്നു. तुम्हें सच बोलने का आत्मविश्वास नहीं दिया है. നിനക്ക് സത്യം പറയുന്നതിനുള്ള ആത്മവിശ്വാസം ഞാൻ നിനക്ക് നൽകിയിരുന്നില്ല. अब मैं घर तक की 18 मील की दूरी पैदल चलकर ही तय करूँगा. ഞാൻ വീട് വരെയുള്ളതായ ഈ 18 മൈൽ ദൂരം ഞാൻ നടന്ന് നിശ്ചയിക്കും. അതായത് ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ തന്നെ പ്രായശ്ചിത്തം ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ചോദ്യം 5, घर तक की 18 मील की दूरी पैदल चलकर ही तय करूँगा. വീട് വരെയുള്ളതായ 18 മൈൽ ദൂരം നടന്ന് निश्चय. मणिलाल गांधी के इस निर्णय से आप सहमत हैं क्यों? മണിലാൽ ഗാന്ധിയുടെ ഈ തീരുമാനത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്താണ് കാരണം? ഉത്തരം, മണിലാൽ ഗാന്ധിക്ക് ഇസ് നിർണയ സേ മേ സഹമത്. മണിലാൽ ഗാന്ധിയുടെ ഈ തീരുമാനത്തോട് ഞാൻ യോജിക്കുന്നു. ക്യോങ്കി ഉन्होंने अपने पुत्र के झूठ पर खुद प्रायश्चित किया. കാരണം അദ്ദേഹം തൻ്റെ പുത്രൻ ചെയ്തതായ, തൻ്റെ മകൻ ചെയ്തതായ കള്ളത്തരത്തിൻ്റെ പേരിൽ സ്വയം പ്രായശ്ചിത്തം ചെയ്തു. ഈ ഘടന അരുൺ ഗാന്ധി पर बहुत प्रभाव पड़ा. ഈ സംഭവം അരുൺ ഗാന്ധിയെ വല്ലാതെ സ്വാധീനിച്ചു. उसने अहम निर्णय लिया कि आगे कभी झूठ नहीं बोलेगा. അവൻ ഒരു ഉറച്ച തീരുമാനമെടുത്തു, ഇനി ഒരിക്കലും ഞാൻ കള്ളം പറയില്ല. अगर पिताजी उसे सजा देते तो ये घटना भूल जाता. എന്തെങ്കിലും ശിക്ഷ അച്ഛൻ നൽകിയിരുന്നുവെങ്കിൽ ഈ സംഭവം മറന്നു പോകുമായിരുന്നു. लेकिन अहिंसा मार्ग का एक प्रायश्चित वह कभी नहीं भूलेगा. എന്നാൽ അഹിംസാ മാർഗത്തിലുള്ള ഈ പ്രായശ്ചിത്തം അവൻ ഒരിക്കലും മറക്കില്ല. इसलिए മണിലാൽ ഗാന്ധി का निर्णय सही था. അതുകൊണ്ട് മണിലാൽ ഗാന്ധിയുടെ ഈ ഒരു തീരുമാനം ശരിയായിരുന്നു. ചോദ്യം 6, സർവനാം और प्रत्यय अलग करके लिखी. സർവനാമവും പ്രത്യയവും അല്ലെങ്കിൽ പ്രോനൗണും പ്രിപ്പോസിഷനും വേർതിരിച്ചെഴുതുക. കാ, മുജെ, ഖ, ഉൻകെ. ഉത്തരം, കാ മേ പ്ലസ് കോ, മുസ്കോ യാ മുജെ. മേ, മുജെ എന്നുള്ളതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ മേ പ്ലസ് കോ, അതിനെ രണ്ട് രീതിയിൽ എഴുതാം. മുസ്കോ എന്നും മുജെ എന്നും എഴുതാം. രണ്ടാമത്തത് വേ പ്ലസ് കെ, ഉൻകെ. ചോദ്യം 7, സഹി മിലാൻ കരെ. ഇടതുഭാഗത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ആദ്യം വായിക്കാം. मैं डरबन से करीब 18 मील दूर
एक दिन पिताजी ने कहा, शहर से बहुत दूर रहने के कारण पिताजी को मीटिंग की जगह पर छोड़ा तो पलसड़े कि मैं उन्हें कार से शहर ले जाओ, वहां हमारे कोई पड़ोसी नहीं थे, मुझे 5 बजे आने को कहा, एक आश्रम में रहता था। उत्तरम, मैं डरबन से करीब 18 मील दूर एक आश्रम में रहता था. ഞാൻ ഡർബൻ എന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 18 മൈൽ ദൂരെയുള്ളതായ ഒരു ആശ്രമത്തിൽ താമസിച്ചിരുന്നു. एक दिन पिताजी ने कहा कि मैं उन्हें कार से शहर ले जाऊं. ഒരു ദിവസം അച്ഛൻ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ കാറിൽ പട്ടണത്തിൽ കൊണ്ടുപോകട്ടെ. शहर से बहुत दूर रहने के कारण वहाँ हमारे कोई पड़ोसी नहीं थे. പട്ടണത്തിൽ നിന്ന് വളരെ ദൂരെ ആയതിനാൽ അവിടെ ഞങ്ങൾക്ക് അയൽക്കാർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. पिताजी को मीटिंग की जगह पर छोड़ा तो मुझे 5 बजे आने को कहा. അച്ഛനെ മീറ്റിംഗ് സ്ഥലത്ത് വിട്ടപ്പോൾ അദ്ദേഹം എന്നോട് 5 മണിക്ക് വരണമെന്ന് പറഞ്ഞു. അടുത്ത ചോദ്യം ലെറ്റർ തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ്. മുൻപ് ലെറ്റർ തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഫോർമാറ്റ് ഈ കൊടുത്തിരിക്കുന്ന രീതിയിലാണ്. ഇത് ഇൻഫോർമൽ ലെറ്റർ ആകുമ്പോൾ ഇൻഫോർമൽ ലെറ്റർ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും മുകളിൽ വലത് സൈഡിലായിട്ട് സ്ഥാൻ അഥവാ പ്ലേസ്, അത് കഴിഞ്ഞ് കോമ കൊടുക്കണം, താരീഖ് അഥവാ ഡേറ്റ്, ഫുൾ സ്റ്റോപ്പ് കൊടുക്കണം. അത് കഴിഞ്ഞ് സംബോധന, നമ്മൾ ആർക്കാണോ കത്തെഴുതുന്നത് ആ ആളിനെ സംബോധന ചെയ്തുകൊണ്ടുള്ളതായ വാക്കുകൾ ഇവിടെ എഴുതണം. സംബോധന, അത് കഴിഞ്ഞ് കോമ. അത് കഴിഞ്ഞ് വിഷയിക്ക സഹി സംപ്രേഷൺ, അത് 3 പാരഗ്രാഫായിട്ട് നമുക്ക് എഴുതാം. അതായത് നമ്മൾ എന്ത് കാര്യമാണോ നമ്മൾ എഴുതി അറിയിക്കാൻ ഉദ്ദേശിക്കുന്ന ആ കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിക്കേണ്ടത്. അതിനുശേഷം തുമാരി യാ ആപ്കി ജവാബ് കി പ്രതീക്ഷാമേ, ഒന്നെങ്കിൽ തുമാരി എന്നോ അല്ലെങ്കിൽ ആപ്കി എന്നോ, നിങ്ങളുടെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ താങ്കളുടെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട്. അതിനുശേഷം ബ്രാക്കറ്റിൽ ഹസ്താക്ഷർ എന്ന് കൊടുക്കണം. അതിനുശേഷം സ്വനിർദ്ദേശ് അഥവാ ന, അതായത് നമ്മൾ ആരാണോ കത്തെഴുതുന്നത് ആ ആളുടെ പേരാണ് ഇവിടെ എഴുതാനുള്ളത്. ഇനി പേര് വ്യക്തമായിട്ട് എഴുതാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ നാം എന്ന് കൊടുത്താൽ മതിയാകും. അതിനുശേഷം ഫുൾ സ്റ്റോപ്പ് കൊടുക്കണം. അതിനുശേഷം താഴെ ചെറിയ ബോക്സിനുള്ളിൽ സേവാമേ, സേവാമേ എന്ന് പറഞ്ഞാൽ ടു അഡ്രസ് എന്നാണ്, ടു എന്നാണ്. ടു എന്ന് നമ്മൾ കത്തെഴുതുമ്പോൾ ടു അഡ്രസ് കൊടുക്കാറുണ്ടല്ലോ, അതാണ് ടു എന്ന് കൊടുക്കുന്നത്. അതിന് പകരം ഹിന്ദിയിൽ സേവാമേ. ഇത് ബോക്സിനുള്ളിലായിരിക്കണം എഴുതേണ്ടത്, സേവാമേ ഉൾപ്പെടെ. നാം കോമ പത്ത, പത്ത എന്ന് പറഞ്ഞാൽ അഡ്രസ് എന്നാണ് അർത്ഥം. ഇനി ലെറ്റർ പൂർണ്ണമായും ബോക്സിനുള്ളിൽ കൊടുക്കണം. ഈ സേവാമയം എന്നുള്ളത് ചെറിയ ബോക്സിനുള്ളിൽ കൊടുക്കുന്നത് കൂടാതെ ലെറ്റർ പൂർണ്ണമായും ബോക്സിനുള്ളിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം 8ാമത്തേത്, അരുൺ ഗാന്ധി പിതാജി സെ ഝൂഠ് ബോല. അരുൺ ഗാന്ധി അച്ഛനോട് കള്ളം പറഞ്ഞു. ഇസ് ഘടന കെ ആധാർ पर അരുൺ ഗാന്ധി अपने मित्र के नाम पत्र लिखता है. ഈ സംഭവത്തെ അടിസ്ഥാനമാക്കി അരുൺ ഗാന്ധി തൻ്റെ കൂട്ടുകാരൻ്റെ പേരിൽ കത്തെഴുതുന്നു. അരുൺ ഗാന്ധി കാ വോ പത്ര സങ്കൽപ് കർക്കെ ലിഖേ. അരുൺ ഗാന്ധിയുടെ ആ കത്ത് സങ്കല്പിച്ച് എഴുതുക. ഉത്തരം സ്ഥാൻ, താരീഖ്, प्रिय मित्र तुम कैसे हो, मैं बहुत दुखी हूँ कि कल एक खास बात हुई. സ്ഥലം, തീയതി, പ്രിയ കൂട്ടുകാരാ നിനക്ക് സുഖമാണോ, മേ ബഹുത് ദുഃഖി ഹും, ഞാൻ വളരെ ദുഃഖിതനാണ്, കാരണം ഇന്നലെ ഒരു പ്രത്യേക സംഭവം ഉണ്ടായി. ഇസ്ലിയേ യഹ് പത്ര ലിഖ, അതുകൊണ്ടാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. പിछले दिन मैंने पिताजी को शहर ले गया. കഴിഞ്ഞ ദിവസം ഞാൻ അച്ഛനെയും കൊണ്ട് പട്ടണത്തിലേക്ക് പോയി. उन्होंने मुझसे शाम को 5 बजे लौट आने को कहा था. അദ്ദേഹം എന്നോട് 5 മണിക്ക് തിരിച്ചെത്തണമെന്നാണ് പറഞ്ഞിരുന്നത്. शहर के सभी काम जल्दी करने के बाद मैं जॉन बेन की सिनेमा देखने गया. പട്ടണത്തിലെ ജോലികളെല്ലാം വേഗത്തിൽ ചെയ്തതിന് ശേഷം ഞാൻ ജോൺ ബെന്നിന്റെ സിനിമ കാണുന്നതിന് വേണ്ടി പോയി. इस बीच मैं पिताजी की बात भूल गया. ഇതിനിടയിൽ ഞാൻ അച്ഛൻ്റെ കാര്യം മറന്നുപോയി. आखिर पिताजी के पास पहुंचने पर शाम के 6 बज चुके थे. അവസാനം അച്ഛൻ്റെ അടുക്കലെത്തിയപ്പോൾ വൈകിട്ട് 6 മണി കഴിഞ്ഞിരുന്നു. ദേരി കാ കാരൺ പൂछने पर मैं झूठ बोला. താമസത്തിന് കാരണം ചോദിച്ചപ്പോൾ ഞാൻ കള്ളം പറഞ്ഞു. मेरी छूट के कारण पिताजी घर तक की 18 मील की दूरी पैदल चलने लगा. ഞാൻ കള്ളം പറഞ്ഞത് കാരണം അച്ഛൻ വീട് വരെയുള്ള, പട്ടണം മുതൽ വീട് വരെയുള്ളതായ 18 മൈൽ ദൂരം നടക്കാൻ തുടങ്ങി. मैं उनके पीछे धीमी गति से कार चलाता रहा. ഞാൻ അദ്ദേഹത്തിൻ്റെ പിന്നാലെ സാവധാനം വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു. രാത് മുझे नींद नहीं आई. രാത്രി എനിക്ക് ഉറക്കം വന്നില്ല. ആകെ मैं झूठ नहीं बोलूंगा. ഇനി ഞാൻ കള്ളം പറയില്ല.
तुम्हारे पिताजी और माताजी को मेरा प्रणाम, നിന്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ നമസ്കാരം, छोटी बहन को मेरा प्यार, ഇളയ സഹോദരിക്ക് എൻ്റെ സ്നേഹ അന്വേഷണം. तुम्हारी जवाब की प्रतीक्षा में हस्ताक्षर अरुण गांधी, നിന്റെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് സിഗ്നേച്ചർ അരുൺ ഗാന്ധി. സേവാ में नाम पता, ടു നെയിം അഡ്രസ്. ഇവിടെ ഹസ്താക്ഷരം എന്ന് മാത്രമേ എഴുതാവൂ, ഒരിക്കലും അവിടെ സിഗ്നേച്ചർ ഇടരുത്. പകരം ഹസ്താക്ഷരം എന്ന് ഹിന്ദിയിൽ എഴുതി ബ്രാക്കറ്റിൽ കൊടുക്കണം. 9ാമത്തെ ചോദ്യം, देर से आए अरुण गांधी और पिताजी के बीच का वार्तालाप कल्पना करके लिखिए. വൈകി വന്നതായ അരുൺ ഗാന്ധിയും അച്ഛനും തമ്മിൽ നടക്കാനിടയിലായ സംഭാഷണം സങ്കല്പിച്ച് എഴുതുക. കൽപ്പന കർക്കെ ലിഖന എന്ന് പറഞ്ഞാൽ സങ്കല്പിച്ച് എഴുതുക എന്നാണ് അർത്ഥം. ഉത്തരം പിതാജി. तू क्यों देर हो गया, നീ എന്താ വൈകിയത്? അരുൺ ഗാന്ധി, पिताजी कार तैयार नहीं थी. पिताजी, तुझसे कितने बजे आने को कहा, നിന്നോട് എത്ര മണിക്ക് വരണമെന്നാണ് പറഞ്ഞത്? അരുൺ ഗാന്ധി, 5 बजे, लेकिन मैं क्या करूं पिताजी, 5 മണിക്ക് വരണമെന്നാണ് പറഞ്ഞു, പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാച്ചാ? पिताजी, तूने कब से झूठ बोलना शुरू किया, നീ എപ്പോൾ മുതലാണ് കള്ളം പറയാൻ തുടങ്ങിയത്? അരുൺ ഗാന്ധി, क्या है पिताजी, मैं झूठ नहीं बोला पिताजी. എന്താ അച്ഛാ, ഞാൻ കള്ളം പറഞ്ഞില്ലല്ലോ അച്ഛാ. पिताजी, जिस तरह तुमको बड़ा किया है उसे मुझे भारी चूक होगी है. ഇങ്ങനെ നിന്നെ വളർത്തിയതിൽ എനിക്ക് അബദ്ധം സംഭവിച്ചിരിക്കുന്നു. അരുൺ ഗാന്ധി, पिताजी मुझे माफ कीजिए. अच्छा, എനിക്ക് മാപ്പ് തന്നാലും. पिताजी, गलती तुझे नहीं हुई मुझे ही हुई है. തെറ്റ് നിന്റേതല്ല, എന്റേതാണ്. അരുൺ ഗാന്ധി, पिताजी मैं आगे कभी झूठ नहीं बोलूंगा, ഞാൻ ഇനി കള്ളം പറയുകയേ ഇല്ല. पिताजी, मैं घर तक के 18 मील की दूरी पैदल ही चलूंगा. വീട് വരെയുള്ള ഈ 18 മൈൽ ദൂരം ഞാൻ നടന്നു പോകും. 10ാമത്തെ ചോദ്യം, कोष्टक से उचित शब्द सही स्थान पर रखकर पिरामिड की पूर्ति करें. ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ വാക്കുകൾ ശരിയായ സ്ഥാനത്ത് ചേർത്ത് വാക്യ പിരമിഡ് പൂർത്തീകരിക്കുക. ബ്രാക്കറ്റിൽ പहुंचने पर पिताजी के पास. ചോദ്യം, 6 बज चुके थे, शाम के 6 बज चुके थे. ഉത്തരം ഒരു രീതിയിൽ മാത്രമേ നമുക്ക് എഴുതാൻ കഴിയുള്ളൂ. 6 बज चुके थे, 6 മണി ആയി കഴിഞ്ഞിരുന്നു. शाम के 6 बज चुके थे, വൈകുന്നേരം 6 മണി ആയി കഴിഞ്ഞിരുന്നു. पहुंचने पर शाम के 6 बज चुके थे, എത്തിയപ്പോൾ വൈകിട്ട് 6 മണി കഴിഞ്ഞിരുന്നു. पिताजी के पास पहुंचने पर शाम के 6 बज चुके थे, അച്ഛൻ്റെ അടുക്കൽ എത്തിയപ്പോൾ വൈകിട്ട് 6 മണി കഴിഞ്ഞിരുന്നു. 3ാമത്തെ വർക്ക്ഷീറ്റിൽ ആകെ 10 ചോദ്യങ്ങളാണുള്ളത്. 1ാമത്തെ ചോദ്യം, അരുൺ ഗാന്ധിക്ക് 16 വർഷ के समय वह कहाँ रहता था. അരുൺ ഗാന്ധിയുടെ 16ാം വയസ്സിൽ അവൻ എവിടെയായിരുന്നു താമസിച്ചിരുന്നത്? ഉത്തരം, अरुण गांधी के 16 वर्ष के समय वह दक्षिण अफ्रीका में डरबन से करीब 18 मील दूर एक आश्रम में रहता था. അരുൺ ഗാന്ധിയുടെ 16ാം വയസ്സിൽ ദക്ഷിണാഫ്രിക്കയിലുള്ള ഡർബൻ എന്ന സ്ഥലത്ത് നിന്ന് 18 മൈൽ ദൂരെ ഒരു ആശ്രമത്തിൽ ആയിരുന്നു അരുൺ ഗാന്ധി താമസിച്ചിരുന്നത്. 2ാമത്തെ ചോദ്യം, ആശ്രം കെ പാസ് കോയി പടോസി നഹി ഥേ ക്യോ. ആശ്രമത്തിനടുക്കൽ അയൽക്കാരാരും തന്നെ ഉണ്ടായിരുന്നില്ല, എന്തുകൊണ്ട്? उत्तरम, आश्रम के पास कोई पड़ोसी नहीं थे क्योंकि यह शहर से बहुत दूर एक प्रदेश में था. ആശ്രമത്തിനടുക്കൽ അയൽക്കാരൊന്നുമില്ലാതിരുന്നതിന് കാരണം ഈ ആശ്രമം പട്ടണത്തിൽ നിന്ന് വളരെ ദൂരെയുള്ളതായ ഒരു പ്രദേശത്ത് ആയിരുന്നു. 3ാമത്തെ ചോദ്യം, കാർ സർവീസിംഗ് के लिए देने के बाद अरुण गांधी ने क्या किया. കാർ സർവീസിംഗിന് കൊടുത്തതിന് ശേഷം അരുൺ ഗാന്ധി എന്താണ് ചെയ്തത്? ഉത്തരം, कार सर्विसिंग के लिए देकर अरुण गांधी ने जल्दी ही सारे कामों को पूरा करने के बाद झट से जॉन बेन की सिनेमा देखने गया. കാർ സർവീസിങ്ങിന് കൊടുത്തിട്ട് അരുൺ ഗാന്ധി വേഗത്തിൽ തന്നെ പട്ടണത്തിൽ ചെയ്യേണ്ടതായ മുഴുവൻ ജോലികളും പൂർത്തിയാക്കിയതിനു ശേഷം വേഗത്തിൽ തന്നെ ജോൺ ബെന്റെ സിനിമ കാണുന്നതിന് വേണ്ടി പോയി. ചോദ്യം 4, पिताजी घर की ओर पैदल चलने पर अरुण गांधी ने क्या किया. അച്ഛൻ വീട്ടിലേക്ക് നടന്നു പോയപ്പോൾ അരുൺ ഗാന്ധി എന്ത് ചെയ്തു? ഉത്തരം, पिताजी घर की ओर पैदल चलने पर अरुण गांधी 5.5 घंटे तक उनके पीछे पीछे धीमी गति से कार चलाता रहा. അച്ഛൻ വീട്ടിലേക്കുള്ള ദൂരം നടന്ന് പോയപ്പോൾ അരുൺ ഗാന്ധി 5.5 മണിക്കൂർ
വീട്ടിലേക്ക് ഉള്ള അത്രയും പട്ടണത്തിൽ നിന്ന് വീട്ടിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് നടന്നു പോകാൻ എടുക്കുന്ന സമയം 5.5 മണിക്കൂർ. അത്രയും സമയം അദ്ദേഹത്തിന്റെ പിന്നാലെ വളരെ സാവധാനത്തിൽ വണ്ടി ഓടിച്ചുകൊണ്ടേയിരുന്നു. ചോദ്യം 5, പിതാജി കോ കേസെ മാലൂം ഹോ ഗയാ കി അരുൺ ഗാന്ധി झूठ बोल रहा है? അച്ഛൻ എങ്ങനെ മനസ്സിലായി അരുൺ ഗാന്ധി കള്ളം പറയുകയാണെന്ന്? ഉത്തരം, അരുൺ ഗാന്ധി ആനെ മേ ദേർ ഹോനെ पर पिताजी ने गैरेज को फोन किया. അരുൺ ഗാന്ധി വരാൻ വൈകിയപ്പോൾ അച്ഛൻ ഗ്യാരേജിലേക്ക് ഫോൺ ചെയ്തു. തബ് ഉनको मालूम हो गया कि അരുൺ ഗാന്ധി झूठ बोल रहा है. അങ്ങനെ ഫോൺ ചെയ്തതിൽ നിന്ന് അദ്ദേഹത്തിന് അറിയാൻ സാധിച്ചു അരുൺ ഗാന്ധി കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചോദ്യം 6, സർവനാം ഓർ പ്രത്യയ അലഗ് കർക്കെ ലിഖേ. സർവനാമവും പ്രത്യയവും അല്ലെങ്കിൽ പ്രോനൗണും പ്രിപ്പോസിഷനും വേർതിരിച്ച് എഴുതുക. ക, മേര, ഘ, തുമേ. ഉത്തരം, ക, മേ പ്ലസ് ക, മേര. അതുപോലെ ഘ, തും പ്ലസ് കോ, തുംകോ, തുമേ. ഇങ്ങനെ 2 രീതിയിൽ എഴുതാം. 7ാമത്തെ ചോദ്യം, സഹി മിലാൻ കരേ. ഇടതുവശത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ കാർ തയ്യാർ നഹി ഥി, मैंने तुम्हें बड़ा किया है, अब मैं घर के 18 मील की दूरी, मैंने एक अहम निर्णय लिया. വലതുവശത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ इसमें मुझे भारी चूक हो गई है, पैदल चलकर ही तय करूंगा, मैं कभी भी झूठ नहीं बोलूंगा, इसलिए मुझे वहां देर होगी. ഉത്തരം, കാർ തയ്യാർ നഹി थी इसलिए मुझे वहां देर होगी. കാർ റെഡി ആയില്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് അവിടെ താമസം നേരിട്ടു. मैंने तुम्हें बड़ा किया है, इसमें मुझे भारी चूक हो गई है. ഞാൻ നിന്നെ ഈ രീതിയിൽ വളർത്തിയതിൽ എനിക്ക് തെറ്റുപറ്റി. अब मैं घर के 18 मील की दूरी पैदल चलकर ही तय करूंगा. ഇപ്പോൾ ഞാൻ വീട്ടിലേക്കുള്ള 18 മൈൽ ദൂരം നടന്ന് തീരുമാനിക്കും. मैंने एक अहम निर्णय लिया, मैं कभी भी झूठ नहीं बोलूंगा. ഞാൻ ഒരു ഉറച്ച തീരുമാനം എടുത്തു, ഇനി ഒരിക്കലും ഞാൻ കള്ളം പറയില്ല. 8ാമത്തെ ചോദ്യം, അരുൺ ഗാന്ധി പിതാജി സെ झूठ बोला. അരുൺ ഗാന്ധി അച്ഛനോട് കള്ളം പറഞ്ഞു. पिताजी बहुत दुखी है, അച്ഛൻ വളരെ ദുഃഖിതനായി. इस घटना के आधार पर अपने मित्र के नाम पिताजी का पत्र संकल्प करके लिखे. ഈ സംഭവത്തെ അടിസ്ഥാനമാക്കി തന്റെ കൂട്ടുകാരന്റെ പേരിൽ അരുൺ ഗാന്ധിയുടെ അച്ഛൻ എഴുതുന്നതായ കത്ത് സങ്കല്പിച്ചെഴുതുക. ഉത്തരം, സ്ഥാൻ, താരീഖ്, സ്ഥലം, തീയതി. പ്രിയ മിത്ര, പ്രിയ കൂട്ടുകാരാ, തും കേസേ ഹോ, നിനക്ക് സുഖമാണോ? മേ യഹാ കുശൽ സേ ഹൂം, എനിക്കിവിടെ സുഖമാണ്. കൽ ഏക് ഖാസ് ബാത് ഹുയി, ഇന്നലെ ഒരു വിശേഷപ്പെട്ട കാര്യമുണ്ടായി. ഇസ്ലിയേ യഹ് പത്ര ലിഖ് രഹാ ഹൂം, അതുകൊണ്ടാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. പിछले दिन मैं अपने बेटे के साथ शहर गया. കഴിഞ്ഞ ദിവസം എൻ്റെ മകനോടൊപ്പം ഞാൻ പട്ടണത്തിൽ പോയി. मुझे वहाँ शाम 5 बजे तक मीटिंग था. എനിക്ക് അവിടെ വൈകിട്ട് 5 മണി വരെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. मैंने उससे शाम को 5 बजे लौट आने को कहा था. ഞാൻ അവനോട് വൈകിട്ട് 5 മണിക്ക് എത്തണമെന്ന് തിരിച്ചെത്തണമെന്ന് പറഞ്ഞിരുന്നു. ഗാരേജ് മേ കാർ ദേക്കർ വ സിനിമ ദേഖ്നെ ഗയ. ഗാരേജിൽ കാർ നൽകിയിട്ട്, സർവീസിങ്ങിനായിട്ട് കാർ നൽകിയിട്ട് അവൻ സിനിമ കാണുന്നതിന് വേണ്ടി പോയി. ഇസ് ബീച്ച് വ മേരി ബാത് ഭൂൽ ഗയ. ഇതിനിടയിൽ അവൻ എൻ്റെ കാര്യം മറന്നുപോയി. ആഖിർ മേരെ പാസ് പहुंचने पर शाम के 6 बज चुके थे. അവസാനം എൻ്റെ അടുക്കൽ എത്തിയപ്പോൾ 6 മണിയായിരുന്നു. देरी का कारण पूछने पर वह झूठ बोला कि गैरेज से कार मिलने में देरी होगी. വൈകി വന്നപ്പോൾ ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നോട് കള്ളം പറഞ്ഞു, ഗ്യാരേജിൽ നിന്ന് കാർ കിട്ടാൻ വൈകിയെന്ന്. ലേക്കിൻ മേ ഗാരേജ് കോ ഫോൺ കർ ബാത് സമझा था. എന്നാൽ ഞാൻ ഗ്യാരേജിലേക്ക് ഫോൺ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. उसकी झूठ के कारण मैं घर तक की 18 मील की दूरी पैदल चलने लगा. അവൻ കള്ളം പറഞ്ഞത് കാരണം ഞാൻ വീട് വരെയുള്ള 18 മൈൽ ദൂരം നടന്നു പോകാൻ തുടങ്ങി. വ മേരെ പീछे धीमी गति से कार चलाता रहा. അവൻ എൻ്റെ പിന്നാലെ വളരെ സാവധാനം കാറ് ഓടിച്ചുകൊണ്ടിരുന്നു. उसे दंड देने के बदले ऐसा करना उचित था. അവന് ശിക്ഷ നൽകുന്നതിന് പകരം ഇങ്ങനെ ചെയ്യുന്നതാണ് ഉചിതമെന്ന് എനിക്ക് തോന്നി. मेरा विश्वास है कि आगे वह झूठ नहीं बोलेगा. ഇനി മേലിൽ അവൻ കള്ളം പറയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. तुम्हारे घर वालों को मेरा नमस्कार. നിന്റെ വീട്ടുകാർക്ക് എൻ്റെ നമസ്കാരം. സമയം മിൽനെ पर परिवार समेत हाँ आओ. സമയം കിട്ടുമ്പോൾ കുടുംബസമേതം എൻ്റെ അടുക്കൽ വരൂ. तुम्हारी जवाब की प्रतीक्षा में, നിന്റെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് हस्ताक्षर मणिलाल गांधी. सेवा में नाम पता. 9ാമത്തെ ചോദ്യം, पाठ के अंतिम भाग के आधार पर अरुण गांधी और पिताजी के बीच का वार्तालाप तैयार करें.
പാഠത്തിന്റെ അവസാന ഭാഗത്തെ അടിസ്ഥാനമാക്കി അരുൺ ഗാന്ധിയും അച്ഛനും തമ്മിലുള്ള സംഭാഷണം സങ്കല്പിച്ചെഴുതുക. ഉത്തരം അരുൺ ഗാന്ധി: പിതാജി മുझे माफ दीजिए. അച്ഛ എനിക്ക് മാപ്പ് നൽകിയാലും. പിതാജി: ക്യോं ബേട്ടാ, എന്തിനാ മോനെ? അരുൺ ഗാന്ധി: മേരി झूठ के कारण, ഞാൻ കള്ളം പറഞ്ഞത് കാരണം. പിതാജി: ദേഖ് ബേട്ടാ, एक सिनेमा देखना बड़ा अपराध नहीं है. നോക്കു മോനെ, ഒരു സിനിമ കാണുക എന്നുള്ളത് വലിയ തെറ്റൊന്നുമല്ല. ലേക്കിൻ ഇസ് കാര്യ पर झूठ बोला यही बड़ा अपराध है. എന്നാൽ ഈ കാര്യത്തിൽ കള്ളം പറഞ്ഞു എന്നുള്ളതാണ് വലിയ തെറ്റ്. അരുൺ ഗാന്ധി: മേരി ഗലത്തി മുझे समझ गई पिताजी. എൻ്റെ തെറ്റ് എനിക്ക് മനസ്സിലായി അച്ഛാ. പിതാജി: ആകെ കബി झूठ मत बोल. ഇനി ഒരിക്കലും കള്ളം പറയരുത്. അരുൺ ഗാന്ധി: मैं आगे कभी झूठ नहीं बोलूंगा पिताजी. ഇനി ഞാൻ ഒരിക്കലും കള്ളം പറയില്ല അച്ഛാ. പിതാജി: ठीक है, क्या तुमने खाना खाया? ശരി, നീ ഭക്ഷണം കഴിച്ചോ? അരുൺ ഗാന്ധി: नहीं पिताजी. ഇല്ല അച്ഛാ. പിതാജി: माँ के पास जाकर खाना खा. അമ്മയുടെ അടുക്കൽ ചെന്ന് ഭക്ഷണം വാങ്ങി കഴിക്കൂ. അരുൺ ഗാന്ധി: ठीक है पिताजी. ശരി അച്ഛാ. 10ാമത്തെ ചോദ്യം: कोष्टक से उचित शब्द सही स्थान पर रखकर पिरामिड की पूर्ति करें. ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ വാക്കുകൾ ശരിയായ സ്ഥാനത്ത് ചേർത്ത് വാക്യ പിരമിഡ് പൂർത്തിയാക്കുക. ബ്രാക്കറ്റിൽ മേരെ झूठ पर पिताजी को. ചോദ്യം: देखता रहा, प्रायश्चित करते हुए देखता रहा. ഉത്തരം നമുക്കിങ്ങനെ രണ്ട് രീതിയിൽ എഴുതാം. ഒന്നാമത്തെ മോഡൽ देखता रहा, प्रायश्चित करते हुए देखता रहा. मेरे झूठ पर प्रायश्चित करते हुए देखता रहा. मेरे झूठ पर पिताजी को प्रायश्चित करते हुए देखता रहा. നോക്കിക്കൊണ്ടിരുന്നു, പ്രായശ്ചിത്തം ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരുന്നു. എൻ്റെ കള്ളം കാരണം പ്രായശ്ചിത്തം ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരുന്നു. എൻ്റെ കള്ളം കാരണം അച്ഛൻ പ്രായശ്ചിത്തം ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരുന്നു. രണ്ടാമത്തെ മോഡൽ देखता रहा, प्रायश्चित करते हुए देखता रहा. पिताजी को प्रायश्चित करते हुए देखता रहा. मेरे झूठ पर पिताजी को प्रायश्चित करते हुए देखता रहा. നിങ്ങൾ നോട്ട് ബുക്കിൽ ഇത് എഴുതുന്ന സമയം ഈ രണ്ട് രീതിയും എഴുതി പഠിക്കുക. പരീക്ഷയ്ക്ക് ഇതിലേതെങ്കിലും ഒരു രീതി മാത്രമേ നമുക്ക് ഈ രണ്ട് തരത്തിലുള്ള മോഡലിൽ എഴുതി തരുന്നത് ഒരു രീതിയിൽ മാത്രമേ പരീക്ഷയ്ക്ക് എഴുതേണ്ടതായിട്ട് ഉള്ളൂ. ഇത്രയുമാണ് പിതാക്ക പ്രായശ്ചിത്ത് എന്ന ഈ ഓർമ്മക്കുറിപ്പുമായിട്ടുള്ളതായ വർക്ക്ഷീറ്റുകളും അവയുടെ ഉത്തരങ്ങളും. ഹിന്ദി മാസ്റ്റർ ഇൻ മലയാളം എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ കൂട്ടുകാരെയും പരിചയപ്പെടുത്തുക. നിങ്ങൾക്ക് ഇനിയും തുടർന്നുള്ളതായ പാഠങ്ങളുടെയും വർക്ക്ഷീറ്റുകളും അവയുടെ ഉത്തരങ്ങളും നമ്മൾ മറ്റ് വീഡിയോകളിൽ പരിചയപ്പെടുന്നതായിരിക്കും. വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ധന്യവാദം.